ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എളുപ്പത്തിനുണ്ടാക്കാവുന്ന കോഫി ക്രീം പുഡിങ്ങാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യണേ. ആദ്യമേ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 മുട്ടയുടെ വെള്ളയും ഫ്രഷ് ആയിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് കേക്കിൻ്റെ മിക്സി കൊണ്ട് നല്ലപോലെ അടിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് നല്ല ഫ്ലോട്ടിയായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ പൊങ്ങി കാണാവുന്ന നല്ല ക്രീമി കളറാവും. നിറച്ച് പാത്രം നിറച്ച് ഫില്ല് ചെയ്യും. ഇത് നല്ല ലൈറ്റാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ അകത്തിടാം. സ്ലൈസ്ഡ് ബനാനാസ്, അല്ലെങ്കിൽ പോമഗ്രാനറ്റ് മാതള നാരങ്ങ, അല്ലെങ്കിൽ മാംഗോ പീസസോ പൈനാപ്പിൾ പീസസോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിൻ്റെ അകത്ത്, ഈ പുഡിങ്ങിൻ്റെ അകത്ത്. ക്രീം നല്ലപോലെ അടിച്ചെടുത്തു. പിന്നെ പുഡിങ്ങിൻ്റെ ഡിഷിൻ്റെ അകത്ത് നമ്മൾ ഒന്നീ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് കഷ്ണങ്ങൾ, ബിസ്ക്കറ്റ് പാലിൻ്റെ അകത്ത് ചെറുതായിട്ട് മുക്കി പുഡിംഗ് പാത്രത്തിൻ്റെ ബേസിലോട്ട് അടുക്കി വെക്കണം. ഒത്തിരി അങ്ങ് കുതിർന്നു പോകണ്ട. അതിൻ്റെ മേളിലോട്ട് ഒരു ലെയർ ബനാന ഇടണം, സ്ലൈസ്ഡ് റൈപ്പ് ബനാന. അത് കഴിയുമ്പോൾ നമ്മൾ ബനാന വേറെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൊച്ചതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് അതിൻ്റെ അകത്ത് ക്രീമിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേളിലോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. കോഫി ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ബനാനാസും പോമഗ്രാനറ്റ് സീഡ്സുമാണ്, മാതള നാരങ്ങയും. നല്ല പഴുത്ത രണ്ട് പിടിച്ചു തരാം ചെയ്യുന്ന സമയത്ത് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ് ഇത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ടാൽ മതി. ക്രീമെല്ലാം കൂടെ അതോടെ ഒന്നീ തിക്കായിട്ടിടാം, അല്ലെങ്കിൽ 1 സ്പൂൺ പാല് ചേർത്ത് ഇത് ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാം. എല്ലാം നിരത്തി കഴിയുമ്പോൾ 1 മിനിറ്റ് മൈക്രോവേവിൽ